നിന്ന് ഇതുവരെ അഴിമതിയുടെ ഒരാരോപണം ഉന്നയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന മഹത്തായ ഉദാഹരണമായി CAP നമ്മുടെ മുമ്പിൽ വരികയാണ്. അദ്ദേഹം സ്പീക്കറായിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി മുഖിച്ച സ്ഥാനങ്ങളിലൊക്കെ ഇറങ്ങി അതിനുശേഷം പലരെയും കുറിച്ചുണ്ടാകുമ്പോഴുള്ള ആക്ഷേപം പലരുണ്ടാകാൻ കഴിയുമായിരിക്കും. പക്ഷെ അവിടെ AP കുര്യൻ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലാത്തതുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ പോലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. അതാണ് അവിടെയാണ് നമുക്ക് സഹാബിയെ മാതൃകയാക്കേണ്ടത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. പലപ്പോഴും പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിലുള്ള അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായതിനോട് ബന്ധപ്പെട്ട് അത് പല സ്ഥലങ്ങളിലും ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏത് രാഷ്ട്രീയക്കാരെ കണ്ടാൽ മുന്നില്ല, സംസാരിക്കില്ല, മുന്നോട്ട് ശുചിയില്ല. ഞങ്ങളിപ്പോ പാർലമെന്റിൽ നമ്മുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് രണ്ട് സെക്രട്ടറികളുള്ളൂ ഇടതുപക്ഷത്തിലുള്ള എംപിമാരും രണ്ടെല്ലാം ഒരുമിച്ച് കാത്തുപിടിച്ചാൽ ആരെങ്കിലും വെച്ച് കൊടുത്തു. ഞങ്ങൾ പാർലമെന്റിൽ ആ ആദ്യ കൂട്ടായി ചായ കുടിക്കുന്നത് നമ്മുടെ സൗഹൃദത്തോടു കൂടിയാണ്. പക്ഷെ അവിടെ പലപ്പോഴും ഈ DMK കേട്ടിട്ടുണ്ട്, പലപ്പോഴും കാണാനില്ല. പലപ്പോഴും കാണാൻ ഒഴിഞ്ഞു പോകാൻ സംസാരിക്കുന്നത് പോലും കുറ്റമാണോ തെറ്റാണോ അത് കണ്ടുകൊണ്ട് കലർന്ന് ചെയ്യുന്ന സന്തുലിതമായ ചിന്താഗതി കണ്ടിൽ കടന്നുണ്ടെങ്കിലും അതിനെല്ലാം ഉന്നതമായ ഒരു മാനം CAP-ക്കുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ആയി ബന്ധപ്പെടുന്ന എല്ലാവരും തന്നെ ഈ സമൂഹത്തിന്റെ ആത്മാവിൽ എല്ലാവരും CAP-ക്ക് എന്നുമെന്നും അദ്ദേഹത്തിനുമായി സൗഹൃദം ഉണ്ടാക്കാൻ അവിടെ പലപ്പോഴും നമുക്കറിയാം. അവിടെയുള്ള പലരുമായി സംസാരിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് നേതൃത്വം അന്തമായി ബന്ധപ്പെടുകയും ഇപ്പോഴും സഹാബി എന്നാണ് എല്ലാവരും പറയുന്നത്. അതൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ് സഹാബി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതെങ്ങനെയുള്ള പൊതുജീവിതത്തിൽ എല്ലാ വിധത്തിലും അംഗീകരിക്കപ്പെടേണ്ട ഒരു മാതൃക പുരുഷനാണ് CAP കുര്യൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാൻ എല്ലാ വർഷവും ഈ നാളിൽ ഇങ്ങനെ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ നാമത്തിൽ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ശാശ്വതമായ നമുക്ക് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ചുകൂടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാമായത്. അതുകൊണ്ട് ഈ സ്ഥാപനം അദ്ദേഹത്തിന് വേണ്ടി തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിശ്വഫലമായി തന്നെ ഉണ്ടായതാണ്. ഈ യുവമാരുടെ എന്താ പറയുക പ്രൗഢ നൽകുന്നതിന് ഇത്രയും മനോഹരമായ ഒരു സ്ഥാപനം പ്രവർത്തനം എല്ലാതരം സാംസ്കാരിക പ്രവർത്തനത്തിന് കേന്ദ്രമായി ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് CAP കുര്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് പിടിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്കാരം.